ഏറ്റവും ബഹുമാനായ ലോകത്തിന്റെ അധ്യക്ഷൻ ബഹുമാനിയായ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ബഹുമാനായ അമ്മയുടെ സഹപ്രവർത്തകനായ MP ശ്രീ DP സുനീഷ്, ബഹുമാനായ മുൻ MP ശ്രീ PK ബിജു അടക്കമുള്ള വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, എന്നോടൊപ്പം ഈ മധ്യമേഖല ജാഥയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ടീമംഗങ്ങൾ, ഘടകകക്ഷിയുടെ നേതാക്കന്മാർ, ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സഖാക്കളെ, സ്നേഹിതരെ, മൂന്ന് ദിവസം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് പത്തനംതിട്ടയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്ന് മിനിഞ്ഞാന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലും കോട്ടയം നിയമസഭാ മണ്ഡലം പൂർത്തിയാക്കി ഇന്നലെ പുതുപ്പള്ളിയും ഏറ്റുമാനൂരും കടുത്തുരുത്തിയും വൈക്കവും പൂർത്തിയാക്കി ഇന്ന് പാലായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലായിലെ ഈ യോഗത്തിന് ശേഷം 11:30 കാഞ്ഞിരപ്പള്ളി യോഗം ആരംഭിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയും അതിനുശേഷം പൂഞ്ഞാറിലുള്ള മുണ്ടക്കയത്തും പീരുമേട്ടിലും അതിനുശേഷം നെടുങ്കണ്ടത്ത് ആണ് ഇന്ന് സമാപിക്കേണ്ടത്. നമുക്ക് രാത്രി അവിടെ വൈകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി ലേറ്റ് ആകുന്നതിന് മുമ്പ് അവിടെ എത്തേണ്ടതുമുണ്ട്. അതിനുശേഷം നാളെ അടിമാലിലും മറ്റ് പ്രദേശങ്ങളിലേക്ക് കടക്കുകയാണ്. കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 3 മേഖലയായി നടക്കുന്ന ഈ ജാഥ ഒരു തരത്തിൽ പറഞ്ഞ വലിയൊരു മുന്നേറ്റമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞങ്ങൾ കടന്നുപോയ പ്രദേശങ്ങളിലെല്ലാം വളരെ ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ നൽകിയ ഒരു പ്രതികരണം. ഇവിടെ ഈ പ്രതികരണം വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർഭരണത്തിലേക്കും ഇടത് സർക്കാരിന്റെ 3ാം ഭരണത്തിലേക്കും ചെന്നെത്തും എന്നൊന്ന് വലിയ തെളിവാണ്. കോട്ടയം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടുത്തും എന്നുള്ളതിനും സംശയമില്ല. ഇവിടെ വന്ന് കയറിയപ്പോൾ കുരിശുപള്ളി ജംഗ്ഷൻ മുതൽ ഇവിടെ ഈ ജംഗ്ഷൻ വരെ ലാളം പാലം വരെ നിറഞ്ഞു കവിഞ്ഞ വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ പ്രവർത്തകരും സാധാരണക്കാരും ഈ ജാഥയെ ആവേശത്തോടുകൂടി സ്വീകരിക്കുകയുണ്ടായി. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും ഹൃദയം കൊണ്ട് ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്കറിയില്ല. പക്ഷെ വന്നു കയറിയപ്പോഴേ PK ബിജു എന്നോട് പറഞ്ഞു അധികം സംസാരിക്കരുത്, കാരണം കാഞ്ഞിരപ്പള്ളിയിലുള്ള ആ സമ്മേളനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 12:15 മുമ്പെങ്കിലും അവിടെ ക്യാപ്റ്റൻ എത്തിയെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ആ യോഗം അവസാനിച്ചു പോകും എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം വളരെയധികം കാര്യങ്ങൾ പറയാനുമുണ്ട്.
ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ വൈകാരികമായി ആണ് ഞാൻ നിൽക്കുന്നത്. കാരണം പാലാ എന്ന് പറയുന്നത് എൻ്റെ മണ്ണാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ്, എൻ്റെ നാടാണ്, എൻ്റെ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ വികാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാലായെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അവർക്കെല്ലാം ഒരു വികാരമാക്കി, അവരുടെ എല്ലാം ഒരു അടയാളമാക്കി മാറ്റിയ, രാഷ്ട്രീയമായി മാറ്റിയ KM മാണി സാറിന്റെ മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ് ആദ്യമായി. കാരണം ഇന്ന് ലോകം മുഴുവൻ പാലാ ഏത് എന്ന് ചോദിച്ചാൽ പാലായെ അടയാളപ്പെടുത്താൻ അവർക്കെല്ലാവർക്കും കഴിയും. അത് പാലാ നേടിയ നേട്ടവും പാലാ നേടിയ പാരമ്പര്യവും സംസ്കാരവും ആണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് നമ്മൾ മുന്നോട്ട് ഈ പ്രചരണവുമായി നമ്മൾ കേരള സംസ്ഥാനത്ത് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലം എടുത്താൽ ആ 10 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം ഏറ്റവും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാണും. ഇവിടുത്തെ 2 പ്രാവശ്യം 2018-ലും 2019-ലുമുള്ള ആ പ്രളയം, അതിനുശേഷമുണ്ടായ നിപ്പ, അതിനുശേഷമുണ്ടായ കോവിഡ്, ഇതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ കഴിഞ്ഞു. ആ പ്രളയം കഴിഞ്ഞപ്പോൾ, 2 പ്രളയം കഴിഞ്ഞപ്പോൾ 18,000 കിലോമീറ്ററുകൾ റോഡുകളാണ് തകർന്നത്. 134ഓളം പാലങ്ങളാണ് തകർന്നത്. 100 കണക്കിന് പൊതുസ്ഥാപനങ്ങളാണ് തകർന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ കൊച്ചു കേരളത്തില് 18,000-ഓളം വരുന്ന റോഡുകൾ തകർന്നത്, പാലങ്ങൾ തകരുമ്പോൾ അതിനെ റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കേരളത്തെ പൂർണ്ണമായി പഴയ കേരളം പോലെ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല, പുരോഗതിയിലേക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്ന്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഗ്രാമീണ റോഡുകൾ മുതൽ നാഷണൽ ഹൈവേ വരെ, ഇന്ന് പ്രൈമറി സ്കൂൾ മുതൽ ടെക്നോ പാർക്ക് വരെ, പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, ബസ് ടെർമിനൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എയർപോർട്ടുകൾ വരെ, വാട്ടർ മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ, അങ്ങനെ എല്ലാ മേഖലകളിലും ബൃഹത്തായ ചെറുതുമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്കറിയാം, ഇന്ന് കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത, ഒരിക്കലും പെൻഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം അത് കേരളമാണ്. ഒരിക്കലും റേഷൻ മുടങ്ങാത്ത ഒരു സംസ്ഥാനം അത് കേരളമാണ്. നമുക്കറിയാം, പാഠപുസ്തകം അത് മുടങ്ങാതെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളുകൾ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞു. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം അത് നവീകരിച്ച് ഏറ്റവും മനോഹരമായ ജനകീയമായ ഒരു പദ്ധതിയാക്കി ഇന്ന് കേരളത്തിൽ മാറ്റിയെടുത്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. 2016-ൽ ആ 5 വർഷക്കാലം ഇത്രയും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും 2016-ൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10 വർഷം കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഈ ഭരണം പൂർത്തിയാകുകയാണ്. 10 വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സായി കാണും? 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2016-ലുള്ള ഒരു വിദ്യാർത്ഥി 10 വർഷം കഴിയുമ്പോൾ 18-ഉം 19-ഉം വയസ്സായി. ആ കുട്ടിയോട് ചോദിക്കുകയാണ്, പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചാൽ,
അവർക്ക് അറിയില്ല എന്ന് തന്നെ പറയും. കാരണം അവർ അനുഭവിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ കഴിഞ്ഞ 10 വർഷക്കാലം പവറ് വൈദ്യുതി മുടങ്ങാതെ നിന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഞാൻ പറയാൻ കാര്യം, കോവിഡിന് ശേഷം നിങ്ങളിവിടെ എടുത്തു നോക്കിക്കോ, പാലാ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ എത്രയോ വീടുകളിൽ അവരുടെ മക്കള് IT മേഖലയിൽ ഇൻഫോ പാർക്കിലും ഇൻഫോ സിറ്റിയിലും അതോടൊപ്പം തന്നെ കർണാടകത്തിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റ് മേഖലയിലൊക്കെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. ഞാൻ പലപ്പോഴും വീടുകൾ സന്ദർശിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് പെങ്ങളും ആങ്ങളെയും അവർ IT ഫീൽഡിലാണ്. രണ്ടുപേരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന മിക്കവാറും രാത്രികളിലാണ്. കാരണം അവർ ജോലി ചെയ്യുന്നത് അവരുടെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവരാണ്. അവരുമായിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച്, വൈഫൈ എങ്ങനെയാണ് അവർ ജോലി ചെയ്യുന്നത്? കമ്പ്യൂട്ടർ തുറന്ന് അവിടെ വൈഫൈ കണക്ഷൻ എടുത്ത് 5-8 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഒരു നിമിഷം പോലും അതിൽ ഏറ്റു മാറാൻ പോലും പറ്റില്ല. കാരണം കണക്കുകൾ തെറ്റും. മറ്റുള്ള ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അപ്പുറത്തെ രാജ്യത്ത് ജോലി ചെയ്യുന്നവര് ആ കണക്ഷൻ ത്രൂ ഔട്ട് വേണം, മുഴുവൻ സമയവും വേണം. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അരമണിക്കൂർ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളൊക്കെ പരിഭ്രാന്തരാകും. അവർക്ക് തന്നെ ആ ജോലി തന്നെ നഷ്ടപ്പെടും. കൃത്യമായ സമയത്ത് ഡെലിവറി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ഉത്തരവാദിത്വം മറു സൈഡിൽ കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ വേറെ ഒരാളിനെ എടുത്തു വെക്കും. അത്രമാത്രം ഗൗരവമുള്ള ആ ജോലി പോലും കൃത്യമായി നടപ്പിലാക്കുവാൻ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുണ്ടെങ്കിൽ പവർ കട്ട് ഇല്ലാഞ്ഞിട്ടാണ്. ഇന്ന് പാലായെ സംബന്ധിച്ചോളം നമുക്കറിയാം, പാലായിൽ ഞങ്ങൾ കടന്നുപോയ പ്രദേശങ്ങളിലൊക്കെ അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനും തൊട്ട് കാണിക്കാനും എത്രയോ വലിയ പദ്ധതികൾ ആ പ്രദേശത്തുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നോക്കിയാൽ പാലായിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കുവാനോ അങ്ങനെ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഏത് പദ്ധതി, എവിടെയാണ് ഒരു ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് എടുത്തു കാണിക്കാനില്ല. കഴിഞ്ഞ ഒരു 50 വർഷക്കാലം കൊണ്ട് പാലായാക്കി മാറ്റുകയും ഏറ്റവും നമ്പർ 1 നിയമസഭാ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മോഡലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നിൽ വളരെയധികം കഠിനാധ്വാനമുണ്ട്. ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശം, കള്ളത്തരമോ കൊള്ളയോ കൊലപാതകമോ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പാലായാണെങ്കിൽ അതിന്റെ പിന്നിൽ വളരെയധികം വർഷങ്ങളോളമുള്ള ശ്രമമുണ്ട്. ഇന്ന് അതെല്ലാം മാറി ആ വികസനം എന്നുള്ള പേര് മാറി പോവുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, പക്ഷെ ഏതെങ്കിലും കാരണത്താൽ ഒരു വികസനം നടത്തി എന്നുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും കാരണത്താൽ പലപ്പോഴും പറയാറുള്ളത് എന്താണ്, ഇവിടെയുള്ള പാലായുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിന്റെ കാര്യത്തിൽ അപ്പോൾ എന്റെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള ഹൈവേ ഒരു ബൈപ്പാസ് റോഡാണ്. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട് മാറ്റി അത് മരിയൻ സെന്ററിനെ അവിടെ നിന്ന് നേരെ ആക്കേണ്ടതുണ്ട്. ആയിട്ടില്ല. 7 വർഷം കഴിഞ്ഞു, 90% പൂർത്തിയാക്കി. ഇപ്പുറത്ത് റിവർ വ്യൂ റോഡുണ്ട്. അവിടെ നമുക്കറിയാം, കൊട്ടാരമറ്റത്തുനിന്ന് പുറകിൽ കൂടെ വന്ന് RV പാർക്കിന്റെ ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അലൈൻമെന്റിന് ഇച്ചിരി മാറ്റം വന്നു. 2 സെന്റ് സ്ഥലം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ 7 വർഷക്കാലം കഴിഞ്ഞു, അതെടുക്കാൻ കഴിയാതെ പോയി. കളരിയമ്മാക്കം പാലവുമായി ബന്ധപ്പെട്ട്, എന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവം ഉണ്ടായത്? അതിന് ഇത്രയും വർഷമായി അതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നു. അത് ജനപ്രതിനിധി തന്നെ പറയുന്നു. ആദ്യത്തെ റീച്ച് കടപ്പാട്ടൂരിന്ന് 12-ാം മൈലിലേക്കുള്ള ബൈപ്പാസിൽ 13 കോടി 13.5 കോടി സേവിംഗ് ഉണ്ട്.
അത് നമ്മളിവിടെ കൊടുത്തു കളരിയാൻ മാർക്കിലേക്ക്. അത് വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവം? ആ അലൈൻമെന്റ് മാറ്റി വേറെ ഒരു അലൈൻമെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് അലൈൻമെന്റ് അതിലേ വേണമെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അതിനകത്ത് ഒരു MLA പറയുമ്പോൾ ഒരു MP പറയുന്നതിനേക്കാൾ പരിഗണന കൊണ്ട് എല്ലാ സംസ്ഥാനത്തും എല്ലാ MLA-മാർക്കും, ഇവിടെ മുൻ MP ഇരിപ്പുണ്ട്, ഇപ്പോഴത്തെ MP ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കണം. അതിനകത്തൊരു ലോക്കൽ സ്റ്റാൻഡിങ്. ഇവിടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് MLA ഒരു ലെറ്റർ കൊടുക്കുകയാണ് ഭരണസമിതിക്ക്, അല്ലെങ്കിൽ കളക്ടർക്ക്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രാലയത്തിന് കൊടുക്കുകയാണ്. MP പതുക്കെ ഇച്ചിരി വ്യത്യസ്തമായ ഒരു ലെറ്റർ കൊടുക്കുക എന്ന് വിചാരിക്കുക. ഏതിനാണ് പരിഗണന കൊടുക്കുന്നത്? MLA-യുടെ തന്നെയാണ്. അവരാണ് ജില്ലയുടെ വികസന സമിതി യോഗത്തിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. അവലോകന യോഗത്തിൽ അവരാണ് പങ്കെടുക്കുന്നത്. അവിടെയാണ് മുഴുവൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവര് സൗജന്യമായി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഉദ്യോഗസ്ഥരും അവിടെയുള്ള നാട്ടുകാരും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലവുമില്ല, അങ്ങനെ ഒരു വ്യക്തിയുമില്ല. അപ്പൊ എന്താണ് ലക്ഷ്യമിടുന്നത്? അപ്പോൾ പറയുന്നത് 90% എന്റെ അപ്പൻ പൂർത്തിയാക്കിയ ഒരു സ്ഥലം, ആ 10% ഞാൻ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുമോ? പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വസനീയമായ കാര്യങ്ങൾ പറയണ്ടേ? അതല്ല വേണ്ടത്. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അദ്ദേഹമായി നല്ല സൗഹൃദമുണ്ട്. നിങ്ങൾ കണ്ടു കാണും, പലപ്പോഴും പൊതുവായിട്ട് കാണുമ്പോഴൊക്കെ ഞങ്ങൾ ഇരുന്ന് ചിലപ്പോൾ മിനിറ്റുകളോളം സംസാരിക്കാറുമുണ്ട്. എന്നാൽ എന്നോടത് ചോദിക്കണ്ടേ, ജോസ് കെ മാണി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം, നമുക്ക് ചർച്ച ചെയ്യാം, ഇങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞോ? അതുമാത്രമല്ല, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, ഈ വികസന പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുന്നത് വികസന സമിതിയിലാണ്, ജില്ലാ വികസന സമിതിയിലാണ്. കളക്ടർ വിളിച്ചു കൂട്ടുകയാണ് എല്ലാ മാസവും. ഈ വികസന സമിതിയിൽ എന്നെങ്കിലും എവിടെയെങ്കിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ടോ? അവതരിപ്പിക്കാൻ കഴിയില്ല, കാരണം പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഈ 5 വർഷക്കാലം ഞാൻ മിണ്ടാതിരുന്നു. എന്നെ ആക്ഷേപിച്ചു, എന്നെ കള്ളത്തരം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുവാൻ എത്രയോ ആളുകള് സ്ഥിരമായിട്ടിരുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇതിലേ കേട്ട് അതിലേ വിടും, കാരണം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ പറയും, ഞങ്ങള് വികസനം പഞ്ചായത്തിലേക്ക് ഞങ്ങൾ വിടുന്നത്, അത് ടൗണിൽ മാത്രം പോരാ, ശരിയാണ്, പഞ്ചായത്തിലേക്ക് വിട്ടു. അത് തന്നെയാണ് KM മാണി സാറും ചെയ്തത്, ഞങ്ങളും ചെയ്തത്. ഏറ്റവും കൂടുതൽ വികസന പദ്ധതി PMGSY MP എന്ന നിലയ്ക്ക് നമ്മുടെ പ്രാദേശിക ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും കൂടുതൽ പാലായി കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് സെൻട്രൽ റോഡ് ഫണ്ടുമായി ബന്ധപ്പെട്ട് രാമപുരത്തുനിന്ന് കൂത്താട്ടുകുളത്തേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെയുള്ളത് ഇന്ന് അത് സെൻട്രൽ റോഡ് ഫണ്ട് BMBC ആദ്യമേ അവതരിപ്പിക്കുന്നത് പാലാ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്, ഈ സംസ്ഥാനത്ത് തന്നെ. ഇനി അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കടനാട് പഞ്ചായത്തും ഭരണങ്ങാനത്ത് പഞ്ചായത്തും അതൊക്കെ 3 ലെവലിലേക്കും മേലുകാവിലേക്കുമൊക്കെ ആ BMBC ചെയ്ത കൊല്ലപ്പള്ളിയിൽ നിന്നുമൊക്കെയുള്ള, അല്ലെങ്കിൽ അവിടുന്ന് നേരെ നീലൂർ കൂടി മേലുകാവിലേക്കുള്ള റോഡുകൾ എടുത്ത് നോക്കിയാൽ അന്നത്തെ MLA ചെയ്തതാണ്, KM മാണി സാർ ചെയ്തതാണ്. അതിന്റെയൊക്കെ തീർത്ഥമെടുത്തോട്ടെ, കുഴപ്പമില്ല. അതെല്ലാം ഗ്രാമീണ വികസനമാണ്. അവിടെ ചെന്ന് ഞാൻ ഇരിക്കുക, ഒരു യോഗത്തിൽ, ഒരു പള്ളിയുടെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആ പൊതുയോഗത്തിൽ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പ്രദേശത്തിലേക്ക് ടൂറിസം കൊണ്ടുവരണം. അവിടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്പോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചതും അവിടെ ഒരു തടാകം നിർമ്മിച്ചതും പറയുന്നത് അത് KM മാണി സാർ ഉള്ളപ്പോഴാണ്. ഞാനും വന്ന് ലോക്സഭ MP ആയിരുന്നു. ഇതിനുവേണ്ടി ഇതിന്റെ പിന്നിൽ ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ വളരെയധികം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ താഴോട്ടിറങ്ങി, ഞാൻ പോവുകയുണ്ടായി. തിരിച്ച് ഇദ്ദേഹം കയറി നിന്നിട്ട് പറയും, പച്ചക്കള്ളമാണ് ആ പോയ ആള് പറഞ്ഞത്. എന്താണ് പച്ചക്കള്ളം? അവിടെ ഉണ്ടായിരുന്ന ആ ടൂറിസ്റ്റ് സ്പോട്ടുകളും
ഇല്ലിക്കക്കല്ലും അത് ഞാൻ കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അദ്ദേഹം കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? അങ്ങോട്ടുള്ള റോഡ്, ആ റോഡ് ആ ഘട്ടത്തിൽ അവിടെ അത് AS-ഉം TS-ഉമായി സുപ്രീം കോടതിയിൽ അത് കേസുമായി കോൺട്രാക്ടർ പോയി അത് മാറ്റിവെക്കേണ്ടി വന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെ അത് റീടെൻഡർ ചെയ്ത് അത് പണിത് പൂർത്തിയാക്കി. അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടും അവിടെയുള്ള തടാകവും അവിടെയുള്ള ആ നവീകരണ പദ്ധതികളെല്ലാം ചെയ്തത് നമ്മുടെ കാലഘട്ടത്തിലാണ്. അതാ എപ്പോഴാണ് ചെയ്തത്? അത് ചെയ്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവര് ഭരണത്തിലിരുന്നപ്പോൾ അത് വന്ന് ഉദ്ഘാടനം ചെയ്ത് മാണി സാറിന്റെ സാന്നിധ്യത്തിൽ മാത്യു ടി തോമസ് എന്ന മന്ത്രിയായിരുന്നപ്പോഴാണ് ഞാനത് അന്ന് ഈ പറഞ്ഞ ഉദ്ഘാടനം ചെയ്തതിന്റെ ഈ ഫോട്ടോയും കാര്യങ്ങളും ഇരവീഴ പൂഞ്ചിറ നവീകരണ പ്രവർത്തികളുടെ പൂർത്തീകരണം 2018 ഫെബ്രുവരി 13 ചൊവ്വാഴ്ച രാവിലെ 10:30 എന്ന് പറഞ്ഞ ഈ നോട്ടീസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തിനാ ഈ നുണയെല്ലാം പ്രചരിപ്പിക്കുന്നത്. ചെയ്തോട്ടെ, എടുത്തോട്ടെ. അപ്പോൾ ഗ്രാമീണ വികസന പദ്ധതികളെല്ലാം ഈ പ്രദേശങ്ങളിൽ, അത് പൂവർണിയിൽ, അവിടെ മീനച്ചിലായാലും എലിക്കുളത്തായാലും എവിടെയായാലും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യണം. പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ എന്താ ഉള്ളത്? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ആക്ഷേപങ്ങളല്ലേ? ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT എന്ന് പറഞ്ഞു വലവൂര്, എനിക്കറിഞ്ഞൂടാ, പലരും കരൂര് മേഖലയിലുള്ളവർക്കറിയാം. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 18 എണ്ണം MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്റെ കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ്. സംസ്ഥാന സർക്കാരിനും അതിന് ഷെയർ ഉണ്ട്. എത്ര കോടി രൂപയാണ്? 300 കോടി രൂപയാണ്. എത്ര കുട്ടികളെ ഇവിടെ ഇപ്പൊ പഠിക്കുന്നത്? 2500 കുട്ടികളാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട JEE മെയിൻ എക്സാം എഴുതി ഇവിടെ ബെർലിനിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ എക്സാമും കൂടിയാണ് എഴുതുന്നത്. അതിന്റെ റാങ്കിൽ നിന്നാണ് കുട്ടികളെ നല്ല മിടുക്കന്മാരായിട്ടുള്ളവരെ എടുക്കുന്നത്. ഇന്ന് 20 കോടി രൂപയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ റിസർച്ച് അവിടെ നടക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് ആ സ്ഥാപനത്തിനെ റേറ്റ് ചെയ്തിരിക്കുന്നു. 2 മാസക്കാലം മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് ആ സ്ഥാപനത്തിലേക്ക് ഈ വലവൂര് കൊച്ചു ഗ്രാമത്തിൽ അവരവിടെ വന്നു. എന്തിനാണ്? നമ്പർ 1 ആണ്, ഒന്ന് പരിശോധിക്കാനാണ്. എന്ന് അത് മാത്രമല്ല, അവിടെ പഠിച്ചു മാറുന്നവർക്കെല്ലാം പ്ലേസ്മെന്റ് ജോലി 65 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം വരെ. ഇത് നിങ്ങളെടുത്ത് നിങ്ങളുടെ മക്കളോട് മൊബൈലിൽ ഈ IIIT കോട്ടയം എന്ന് അടിച്ചു നോക്കിയാൽ അതിനകത്തുള്ള വിവരങ്ങളാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടെ വരുമാനമായി, അവിടെ ഉള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വന്നു, വീടുകൾ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. ഇവിടെയുള്ള വ്യാപാരികളോട് ചോദിച്ചാൽ പറയും എല്ലാ ദിവസവും ഏതാണ്ട് 500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഈ വ്യാപാര മേഖലയിൽ ഷോപ്പിംഗ് നടത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്റെ ഒരു ആഗ്രഹം അവിടെ ഒരു ഇൻഫോസിറ്റി എന്ന് പറഞ്ഞ ടെക്നോ പാർക്ക് പോലെ, എറണാകുളത്തുള്ള ഇൻഫോ പാർക്ക് പോലെ, ടെക്നോ പാർക്ക് പോലെ ഒരു ഇൻഫോ സിറ്റി ആരംഭിക്കണം എന്നുള്ളതാണ്. ഞാൻ സാധാരണ രീതി അത് പ്രഖ്യാപിക്കാറില്ല. പക്ഷെ അത് നടപ്പിലാക്കിയതിനു ശേഷം പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ ആക്ഷേപങ്ങളാണ്. ആ ഇൻഫോ സിറ്റി എന്ന് പറയുന്നിടത്ത് അതിനു വേണ്ടി 50 ഏക്കർ സ്ഥലം വേണം. ആളുകളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ആദ്യമായിട്ട് 5-10 ഏക്കർ എടുത്തിട്ട് ഇന്ന് ഇൻ പ്രിൻസിപ്പിൾ സംസ്ഥാന സർക്കാർ എഗ്രി ചെയ്തു. ആളുകൾ വന്ന് സ്ഥലം നോക്കി, അതിന്റെ ഫീസിബിലിറ്റി പഠിച്ചു, ഇൻഫ്രാവത് എടുക്കാമെന്ന് ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലം അല്ലെങ്കിൽ ആ പ്രദേശം ഒരു ഇൻഫോസിറ്റി ആയി മാറിയാൽ, ഞാൻ പറയട്ടെ, പാലായുടെ അല്ല കോട്ടയം ജില്ലയുടെ അതിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുള്ളതാണ്. അത് സംശയമില്ല. എത്രയോ വലിയ ഒരു വികസനമാണ്. ഞാനൊരു സ്വപ്നം കാണുന്ന ആളാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും കൂടുതൽ വലിയ പബ്ലിസിറ്റിയിലാണ് ചെയ്യുന്നത്. പക്ഷെ സങ്കടം വന്നു. ഇതുപോലൊരു യോഗത്തിൽ 5 വർഷക്കാലം മുമ്പ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് സാധനമാണ് ജോസ് കെ മാണി കൊണ്ടുവന്നത്? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ ഒരു സ്ഥാപനമാണ്. നിങ്ങൾ പറ, അത് വേണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ പറ. ഈ അടുത്ത നാളിൽ നമുക്കറിയാം, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, പാലാ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എത്രയോ വികസനം കേമാൻ സാധിച്ചു. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവർക്കൊരു രോഗം പിടിപെടുമ്പോൾ അവരുടെ മാതാപിതാക്കൾ, കുട്ടികളാകട്ടെ, സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ എത്രയോ രൂപ ചെലവ് വർദ്ധിപ്പിക്കുകയാണ്.
അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു വാർഡിൽ 10 15 വീടെടുത്ത് നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തിലെങ്കിലും ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെങ്കിലും കാണും. എടുത്ത് പരിശോധിച്ചു, ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ. അതുപോലെ വ്യാപകമായി ക്യാൻസർ ഇപ്പോൾ പിടിപെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് തോന്നിയത്, തീർച്ചയായും ഒരു ക്യാൻസർ സെന്റർ ഈ ജനറൽ ആശുപത്രി, KM മാണി മെമ്മോറിയൽ ആ ജനറൽ ആശുപത്രി വേണം എന്നൊരാഗ്രഹം വന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ സംസ്ഥാനത്ത് നോക്കിയപ്പോൾ ഒരു ജനറൽ ആശുപത്രിയിലും ക്യാൻസറിന്റെ സെന്റർ ഇല്ല, ജില്ലാ ആശുപത്രിയിലുമില്ല. ഉള്ളത് ഒരു സ്ഥലത്ത് മാത്രമാണ്, ഒന്ന് വയനാട്ടിലും അതുപോലെ തന്നെ എറണാകുളത്തും. എറണാകുളത്ത് വരാൻ കാര്യം ആ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നു. വയനാട്ടിൽ വരാൻ കാര്യം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞൊരിതാണ്, അല്ലാതെ ഒരു ജില്ലയിലുമില്ല.